ലെനോവോയുടെ ലെനോവോ ടാബ് P12 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 35,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ടാബ് P12 എന്ന ടാബിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൽ അങ്ങനെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താം. mediatek dimensity 7050 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഇത് ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. എന്നാലും നമ്മൾ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ 39,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlusന്റെ പാഡ് എന്നുള്ള ടാബ്ലറ്റ് വരുന്നുണ്ട്. അതിൽ ഇതിനേക്കാളൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള mediatek dimensity 9000 എന്ന പ്രോസസ്സറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് കുറച്ചും കൂടി പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വലിയ തിരക്കേടില്ല എന്ന് പറയാം. ബെസ്റ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ടാബുകളൊക്കെ ഈ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഈ ടാബിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ JBL ട്യൂൺ ചെയ്തിട്ടുള്ള ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ടാബിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയും വരുന്നുണ്ട്. ഈ ടാബിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 615 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.9 mm ആണ്. ഈ ടാബിൽ ലെനോവോ ടാബ് പെൻ സ്റ്റൈലസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12.7 ഇഞ്ചിൻ്റെ 3K ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2944x1840 ആണ്. LTPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 nits ആണ്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10,200 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ OnePlusൻ്റെ പാഡിലൊക്കെ ഇതിനേക്കാളൊക്കെ വളരെ മികച്ചൊരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിൽ Type C ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിരാശപ്പെടുത്തിയെന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം 60 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ 120 Hz റിഫ്രഷ് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലത് വരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ OnePlus പാഡിൽ 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൻ്റെ ഇന്ത്യയിലെ വില വരുന്നത് 34,999 രൂപയാണ്. സെപ്റ്റംബർ 5 മുതലാണ് ഈ ടാബിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് അത്ര മികച്ചൊരു ടാബാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു ടാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3,000 രൂപയും കൂടി കൂട്ടിയിട്ട് OnePlus പാഡ് എന്നുള്ള ടാബ്ലറ്റ് എടുക്കാവുന്നതാണ്. അതിലാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഐപാഡ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ലെനോവോ ടാബ് P12 എന്ന ടാബ്ലറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ടാബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.